എടാ വില്ല, നീ വിയർത്തിട്ട് നീ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കരുതി നിന്നെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ നിസ്സാരമായിട്ട്. എക്സ്പീരിയൻസ് ഇൻ വർക്കല. ഹലോ, അസ്സലാമു നട്ടുച്ച വെയിലത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ് മക്കൾസെ. എൻ്റെ നാടായ വർക്കലയെ ഒന്ന് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് പരിചയപ്പെടുത്തി തരാമല്ലോ എന്ന് കരുതി ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാടിൻ്റെ മനോഹരമായ ഒരു സ്പോട്ടിലാണ്. നമ്മൾ ബ്ലാക്ക് ബീച്ച് എന്ന് വിളിക്കുന്ന സ്പോട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂടി കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടുത്തെ കുഞ്ഞു കുഞ്ഞു നല്ല കാഴ്ചകൾ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ശേഷം കാഴ്ചയിൽ എല്ലാവരും കാണുക. ഓക്കെ, വളരെ മനോഹരമായ ഒരു വൈബാണ്. അവിടെ അകത്ത് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് കയറാത്തത്. അത്യാവശ്യം നല്ല കാറ്റുകൊണ്ട് കടലിനോട് അഭിമുഖമായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ, റിസോർട്ടുകൾ നമ്മുടെ വർക്കലയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട് തന്നിട്ടുണ്ട്. Looking good. ലുക്കിംഗ് വെരി നൈസ് എന്നൊക്കെ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ അല്പം ഞാനൊന്ന് പുളകിതയായി പോയി എന്ന് തന്നെ പറയാം. സത്യത്തിൽ അങ്ങനെയല്ലേ, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കാതെ വളരെ മനോഹരമായിട്ടുണ്ട് കാണാൻ. നൈസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം തോന്നും. ഞാൻ തൊട്ടടുത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റിലൊന്നും ജസ്റ്റ് ഒന്ന് കയറി. അവിടെ എല്ലാത്തരം ഫുഡുകളും അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്ന അവസ്ഥയൊന്നും അല്ല കേട്ടോ, ശരിക്ക് അതിൻ്റെയൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിൽ അവിടെ ഫുള്ളായിരിക്കും. അവിടുത്തെ വൈബൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഒരു സീറ്റൊക്കെ ഒപ്പിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അടുത്ത ഭാഗം കാഴ്ചയിൽ കുറച്ച് ദൂരമേ നടന്നുള്ളൂ. പക്ഷേ വെയിൽ ഞാൻ ഇന്ന് വെയിലില്ലാന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് മക്കൾസെ. തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, മനസ്സിലായോ? നമ്മളിവിടെ വന്ന് ജസ്റ്റ് ഒരു 80 രൂപയുടെ ഒരു ലെമൺ ജ്യൂസ് കുടിച്ചാൽ തന്നെ അത് 80,000 രൂപയ്ക്ക് തുല്യമാണ്, മനസ്സിലായോ? ഈ ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് കടലും നോക്കി, ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് കടലും നോക്കി ഒരു ലെമൺ ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ. വെറുതെ വീട്ടിലിരുന്ന് തിരിഞ്ഞും മറിഞ്ഞും ചിന്തിച്ച് നാളത്തെക്കുറിച്ചും കഴിഞ്ഞതിനെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ വല്ലപ്പോഴും ഇറങ്ങുക. എനിക്കിപ്പോൾ വീട്ടിൽ അത്യാവശ്യം 1-2 കുഞ്ഞു ജോലികളുണ്ടായിരുന്നു. ഞാൻ അതും ചെയ്തിട്ടിരുന്നെങ്കിൽ ഞാനങ്ങ് വരാനുള്ളൊരു മൂടങ്ങ് പോകുമായിരുന്നു. ജസ്റ്റ് തോന്നി ഇറങ്ങി. അപ്പോൾ ഇതുപോലെയുള്ള അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ജീവിതമാണ്, കുഞ്ഞു ജീവിതമാണ്. പ്രശ്നങ്ങളുടെ പുറകെ ഓടിപ്പായാതെ അവനോനിലെ കുറച്ച് കൊച്ചു സന്തോഷങ്ങളിൽ അവനോനിൽ കണ്ടെത്താൻ ശ്രമിക്കുക. ആ സന്തോഷങ്ങളിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക. ഇത് തന്നെ എനിക്ക് മാഷാ അല്ലാഹ് അതിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത്ര കുടിക്കാൻ കഴിയുക തന്നെ മാഷാ അല്ലാഹ്. മാക്സിമം കംപ്ലീറ്റ് കാണാൻ പറ്റും. 3-4 ഡേയ്സ് ആയാലും അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്ത് കാണാം. മറ്റേത് ഓട്ടപ്പാച്ചിലായിപ്പോൾ. ഇപ്പം തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട്. എന്നാൽ വീക്കെൻഡ് ഡേയ്സ് ഒന്നും അല്ലല്ലോ. വെള്ളിയാഴ്ച തൊട്ട് തിങ്കളാഴ്ച മോർണിംഗ് വരെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. രാവിലെ ഒന്നും ഇവിടെ കയറാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കാണ്. ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റിലെ ഈ ഒരു റേഞ്ച് തന്നെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. വെജിറ്റബിൾ ബിരിയാണി 210, എഗ് ബിരിയാണി 230. മറ്റ് ഷോപ്പുകളെക്കാളും ഒരു 50 രൂപയൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ ലെമൺ ജ്യൂസൊക്കെ കുടിച്ചു. കുറച്ച് വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തു, റീൽസൊക്കെ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. ആരെങ്കിലുമൊക്കെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് കേട്ടോ. എൻ്റെ കൂടെ ഒന്നും ആരും ഇല്ലായിരുന്നു. അപ്പോൾ കാണാൻ ഞാൻ അവിടെ നിന്ന് ഒരാളെ പരിചയപ്പെട്ടു. ഒന്ന് കണ്ടു നോക്കുക.
I put in YouTube. Okay. YouTube. YouTube. Okay. Okay. What's your Varkala? Your experience in Varkala? Yeah, it's amazing. Amazing. Okay. I love Varkala. It's my second time here. Second time. Your native place? Sorry? Your place? My Your place, country? I am from Spain. Spain. Yes. Yeah. Okay. This the second time. This is my second time Time. in Varkala. How- Third time in India. India. How many days spent here? Here only 12 days this time. 12. Only. Yeah. Only 20. 12 days. 12. 12. Okay. Yeah. Okay, And thank I you am for nice to visiting meet my you. country. Yeah, you're My welcome. place. Oh, This is my place, this is your Varkala. place, Varkala. Okay. It's beautiful. Okay, thank you. Congratulations. Okay. For living in paradise. Okay. Bye. Bye. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്, സത്യം പറയാമല്ലോ. നമ്മളെ പോലെയുള്ളവർക്ക് ഇംഗ്ലീഷ് അങ്ങോട്ട് പറയുമ്പോഴുണ്ടല്ലോ, അത് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ സായ ബിയ സാല എന്ന് പറയും, അത് നമുക്ക് യൂസ്ഡ് ആവും. ഇത് നമ്മളെ പോലെയുള്ളവർ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്വാസം പിടിച്ച് വെച്ചാൽ അത്രയെങ്കിലും സംസാരിച്ചെന്നുള്ളതാണ്. ഞാനങ്ങനെ എൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് മക്കൾസെ. എൻ്റെ കൂടെ ആരുമില്ല, ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ മക്കൾസെ ഒന്ന് വീഡിയോ എടുത്തു തരുമോ, മോനെ ഒരു വീഡിയോ എടുത്തു തരുമോ, ഇങ്ങനെയൊക്കെ പലരോടും ചോദിച്ചിട്ടാണ് ഈ വീഡിയോ പാർട്ടി വീഡിയോ ഒക്കെ എടുത്തത്. ഇവരാണ് തമിഴ്നാട്ടിൽ നിന്ന് മക്കൾസാണ്. അങ്ങനെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണാൻ ലാസ്റ്റ് വന്നെത്തിയത് നമ്മുടെ ഒരു കുഞ്ഞൊരു കുതിരക്കുട്ടിൻ്റെ അടുത്താണ്. ആ കുട്ടിയുടെ അടുത്ത് കുറച്ച് സമയമൊക്കെ സംസാരിച്ചു. അപ്പോൾ നമുക്ക് തൽക്കാലം ബൈ പറയാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.